വേണ്ട, മതി. അയാള് കാണുന്നോണ്ടാണോ നിനക്ക് കുഴപ്പം? അയാൾ ആരടി നിന്റെ? ജീവൻ. വിളമ്പട്ടെ സാർ? ആ, വിളമ്പിക്കോളൂ. സാറിന് വേണ്ട, അതവിടെ വെച്ചിട്ട് പോയാൽ മതി. നിങ്ങളിവിടെ ഒന്ന് വിളമ്പിക്കോളൂ. വരൂ, ഇവർക്ക് സെർവ് ചെയ്തു. മതി. സോറി മേഡം, അറിയാതെ പറ്റിയതാ. പെണ്ണുങ്ങളുടെ ദേഹത്ത് തുറന്നോളാ. സാറേ ജീവ, സാറേ സോറി സാറേ. കുറെ നേരമായി നിന്നെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. ഹോട്ടൽ ജോലിക്ക് നിൽക്കുകയാണെങ്കിലേ അത് മാത്രം ചെയ്താൽ മതി. നീ ആരെ സുഖിപ്പിക്കണ്ട, കേട്ടാ? മോനെ, നീ എന്തായി കാണിക്കുന്നേ? വിട് വിട്, വിടാനല്ലേ പറഞ്ഞേ? സാറേ, എനിക്കും കുടുംബ പ്രാരാബ്ദമൊക്കെ ഉള്ള ആളാ. ഇവിടെ വരുന്നവരടുത്ത് മാന്യമായിട്ടാണ് സാർ ഞാൻ പെരുമാറുന്നത്. എനിക്കും ഭാര്യയും പെൺമക്കളും ഒക്കെ ഉള്ളതാണ് സാർ. കുടുംബത്തങ്ങനെ ആളുകളൊക്കെ ഉണ്ടെങ്കിലേ അവിടെ ചെന്ന് കാണിക്കണ ഈ വേഷം കെട്ടൊക്കെ. ജീവൻ, വിട്. അച്ഛന്റെ പ്രായമുള്ള മനുഷ്യനല്ലേ. ഓ, വയസ്സായവര് തൊട്ടാ നിനക്ക് സൂഹിക്കും അല്ലേ? എന്താ? എന്തു പറ്റി സാറേ? എന്തു പറ്റി? ഷർട്ടേന്ന് വിട് സാറേ. ഇവനുണ്ടല്ലോ ഈ വൃത്തികെട്ടവൻ. പെണ്ണുങ്ങളുടെ ദേഹത്ത് തട്ടിയും മുട്ടിയും കൊഞ്ചിയും കുടഞ്ഞ എവിടെ കൊണ്ടുവന്ന് വിളമ്പുന്നേ. സോറി സാർ, പ്രശ്നമാക്കല്ലേ. ഇയാളൊരു പാവമാണ് സാർ. ഒത്തിരി വർഷമായിട്ട് ജോലി ചെയ്യുന്നതാ. അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റു വരില്ല. ഇപ്പൊ ഞങ്ങളാണ് തെറ്റിയത്, ആണോടാ? താൻ ഇവിടുത്തെ മാനേജറാണോ അതോ തന്റെ സ്റ്റാഫിന് മറ്റുള്ളവരെ തൊടാൻ അവകാശം കൊടുക്കുന്നവനാണോ? സാർ പ്ലീസ് സാർ, ആളുകൾ ഭക്ഷണം കഴിക്കുന്ന സമയമാണ്. പ്രശ്നം ഉണ്ടാക്കരുത്. പ്രശ്നം ഉണ്ടാക്കുന്ന എന്തിയോടാ? എന്തിയോടാ? റെസ്റ്റോറന്റ് നടത്തുവാണെങ്കിൽ നേരെ ചൊവ്വേ നടത്തണം. അന്തസ്സുള്ള സ്റ്റാഫിനെ വെക്കണം. അതെങ്ങനെയാ? നിന്നെ പോലുള്ളവന്മാരുടെ ഉദ്ദേശം ഇതൊക്കെ തന്നെയാണല്ലോ. ജീവൻ, സോറി കേട്ടോ, അവൻ വേറെ ഏതോ ടെൻഷനില്ല. ഇത് നമ്മുടെ സ്ഥാപനത്തിനെ ഒന്നാകെ ബാധിക്കുന്ന കാര്യമാണ്. ഇതിപ്പോ വെറും ആവശ്യമില്ലാത്ത പ്രശ്നമാണ്. ഇയാൾക്ക് മാത്രമേ ഭാര്യയുള്ളൂ. ഇവിടെ ഇരിക്കുന്നവർ സ്ത്രീകളല്ലേ. ഭാര്യയെ നാട്ടുകാർ കാണരുതെന്ന് ആഗ്രഹിക്കുന്നവര് കെട്ടിപ്പൂട്ടി വീട്ടിലിടണം. പുറത്തേക്ക് എഴുന്നള്ളിക്കരുത്. എന്റെ സ്റ്റാഫിനെയോ സ്ഥാപനത്തെയോ പറഞ്ഞാൽ എനിക്കത് നിസ്സാരമായി വിടാൻ പറ്റില്ല. പാരമ്പര്യമായിട്ട് നടത്തുന്ന ഹോട്ടലാണ് സാർ. നിങ്ങളുടെ മകനെ പോലുള്ള സംശയരോഗിക്ക് നശിപ്പിക്കാനുള്ളതല്ല ഇത്. സോറി, നിങ്ങൾ ബില്ലെടുത്തോളൂ, ഞങ്ങളിത് ഇറങ്ങുക. ക്ഷമിക്കണം കേട്ടോ. അവനെന്തോ ദേഷ്യത്തിൽ പറഞ്ഞു പോയത്. മോനെ പോലെ കരുതി ക്ഷമിക്കണം. മാമോളെ, നടക്കുമ്പോളെ. ഒരു കച്ചവടം നടക്കാൻ വേണ്ടി ഞാൻ എന്റെ സ്റ്റാഫിനെ തള്ളി പറയില്ല. എന്താ മാമ? ആണുങ്ങൾ മദ്യപിച്ച് വരുന്നതും അതിൻ്റെ പേരിൽ ബഹളം ഉണ്ടാക്കുന്നതും പലയിടത്തും കണ്ടിട്ടുണ്ട്. ഇവിടെ നേരെ മറിച്ച. അവളെ തിരക്കി പോകണ്ടെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, എന്നിട്ട് നീ എന്തിനാ പോയേ? അയ്യോ എടാ,
അത് കേൾക്കുന്നതിനേക്കാൾ വേദന എനിക്ക് മറ്റൊന്നുമില്ലെന്ന്. മോനായി പോയില്ലേ. ഒരമ്മയാവുന്നതോടെ ഒരു പെണ്ണ് പൊറുക്കാനും പഠിക്കില്ലേ. അമ്മ എന്ന രീതിയിൽ ജീവന്റെ പെരുമാറ്റത്തിൽ അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും ന്യായം കണ്ടെത്താൻ പറ്റും. പക്ഷെ ഇനിയും ജീവിച്ചു തുടങ്ങിയിട്ടില്ലാത്ത ഭാര്യ എന്ന നിലയ്ക്ക് ഞാൻ എന്താ അമ്മയെ കരുതേണ്ടത്? എനിക്ക് പേടിയാവുന്നുണ്ട്. എന്തും ഞാൻ സഹിച്ചോളാം. ഇടയ്ക്കിടയ്ക്ക് അമ്മാവൻ എൻ്റെ അടുത്തൊന്ന് ഇരുന്നാൽ മതി. അമ്മ എൻ്റെ കുട്ടിയുടെ കൂടെയുണ്ട്. നിന്നെ വേദനിപ്പിക്കുന്നവരാരായാലും ശത്രുവായിട്ടേ അമ്മ അവരെ കാണൂ. അതിനി എൻ്റെ മോനായാലും. അമ്മ കുറച്ച് ചോറെടുത്ത് തരട്ടെ? ഹോട്ടലിൽ നിന്ന് മോളൊന്നും കഴിച്ചില്ലല്ലോ. വേണ്ടമ്മേ. പറ്റില്ല, കഴിച്ചിട്ട് കിടന്നാൽ മതി. നീ വാ മോനെ, നമുക്കെല്ലാം കഴിക്കാം. യാ, വാടാ മോനെ, വാ. വാ മോനെ, ദേ ഇവിടെ ഇരിക്കെ. ആ, നീ കഴിക്ക്. ആ, കഴിക്കും മക്കളെ. മോളത് കഴിക്കേ. അമ്മ വാരിത്തരാം. പണ്ട് നിനക്ക് ഞാന് ഒരുപാട് ഉരുട്ടി തന്നതല്ലേ? ഇപ്പോ അതിന് വീണ്ടും ഒരു കാരണം കൂടിയായി അല്ലേ മക്കളെ? ആ, ദാ മോനെ. അമ്മയ്ക്ക് ബുദ്ധിമുട്ടായില്ലേ? മക്കൾ ഒരിക്കലും അമ്മമാർക്ക് ബുദ്ധിമുട്ടല്ല. മോള് കഴിച്ചു. ആ, മക്കളെടാ, കരയില്ലടാ മോനെ, കരയില്ലേ?
ഇതിപ്പോ സങ്കടം കൊണ്ട് മാത്രമല്ല കേട്ടോ ഞാൻ കരഞ്ഞത്, സന്തോഷം കൂടെയുണ്ട്. അമ്മ ഇതുപോലെ എൻ്റെ അടുത്തിരുന്ന് എനിക്ക് വാരി തന്നിട്ടില്ല. അത് കിട്ടുന്നത് ഈ അമ്മയുടെ കൈകൊണ്ടാ. അച്ഛാ, കാപ്പി എടുക്കട്ടെ? ആ, മോളുടെ കൈക്കിപ്പോ എങ്ങനെയുണ്ട്? വേദന ഉണ്ടോ? ഇല്ല അച്ഛാ, വേദനയില്ല, കുറഞ്ഞു. നന്നായി. നിത്യേച്ചി ഇന്നലെ ഉറങ്ങിയിട്ടില്ല അച്ഛാ. അതെങ്ങനെ ഉറങ്ങുന്നേ? ഇന്നലെ നടന്നതൊന്നും നിസ്സാര കാര്യങ്ങളല്ലല്ലോ. മോളെ അതൊന്നും ആലോചിച്ച് വിഷമിക്കാൻ നിൽക്കണ്ട കേട്ടോ. സാരല്ല അച്ഛാ, ഞാൻ അച്ഛന് കോഫി എടുത്തോണ്ട് വരാം. മോളെന്തിനാ എഴുന്നേറ്റ്? കുറച്ചു നേരം കൂടി കിടന്നോളാം ഞാൻ പറഞ്ഞതല്ലേ മോളോട്. ശരവണ, എത്ര തവണയാ ഇന്നലെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റതെന്ന് അറിയോ രഘുവേട്ടാ? ഞാൻ കാരണം അമ്മയുടെ ഉറക്കം കളഞ്ഞു അല്ലേ? എന്താ മാഡം? എല്ലാവരോടുമായിട്ട് ഞാനൊരു കാര്യം പറയാം. ജീവൻ ഇന്നലെ ചെയ്ത കാര്യങ്ങൾ ഒട്ടും പൊറുക്കാൻ പറ്റുന്നതല്ല. തെറ്റാര് ചെയ്താലും അതിന് ശിക്ഷ ഉണ്ടാവണം. അതുകൊണ്ട് നമ്മൾ ആരും ഒരു അക്ഷരം പോലും ഇന്ന് അവനോട് സംസാരിക്കാൻ പാടില്ല. അയ്യോ, അതെങ്ങനെയമ്മേ? സ്വന്തം തെറ്റ് മനസ്സിലാക്കി അവൻ നമ്മളോട് മാപ്പ് പറഞ്ഞിരിക്കണം. അല്ലാതെ ഒരാൾ പോലും അവനോട് സംസാരിക്കാൻ പാടില്ല. ഇതെന്റെ തീരുമാനമാണ്. ഇത് നടന്നിരിക്കണം. എന്താ ശരവണന് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? പുരിജിത് മാഡം, പക്ഷെ ഞാനിവിടെ ജോലിക്കാരനല്ല. ഞാൻ എങ്ങനെ അമ്മ ഉണ്ടായിരിക്ക മുടിയും? നീ ഇവിടുത്തെ ജോലിക്കാരനൊന്നുമല്ല, ഈ കുടുംബത്തിലെ അംഗമാണ്. അപ്പൊ ഈ കുടുംബത്തെ ബാധിക്കുന്ന ഒരു കാര്യത്തില് നിനക്ക് മിണ്ടാതിരിക്കാം. അല്ല, രഘുവേട്ടൻ എന്താ അഭിപ്രായം? ഇക്കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ക്ഷമിക്കാൻ നമ്മൾ തീരുമാനിച്ച ചെയ്ത തെറ്റിന്റെ ആഴം അവന് മനസ്സിലാവില്ല. അതുകൊണ്ട് ഈ തീരുമാനം തന്നെ മതി. മോള് അയ്യാ, ഞാൻ വയറച്ച് വെച്ചാല് ജീവൻ സാർക്ക് കോപം വരും. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. നീ ചെല്ല്. ജ്യോതി, പത്രം എവിടെ? അച്ഛാ, പത്രം എന്തി? ആ, നീ ആ പത്രം എടുത്തേ. ആണോ കേട്ടാ? ആ, നാളെ കൃഷിഭവനിൽ പോയിട്ട് വളമെടുക്കാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ.
രാവിലെ ഒരു 10 മണിക്ക് ചെല്ലാനാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ 9 മണിയാകുമ്പോൾ റെഡിയായി എത്തിക്കോളാം. ശരി. ആ അമ്മ മരിച്ചോടുകൂടിയേ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുന്നില്ല. എന്നും പ്രശ്നങ്ങളല്ലേ. അതിനെന്തിനാ അമ്മാവൻ ജോത്സ്യനെ വിളിക്കുന്നത്? ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് എനിക്കും അമ്മാവനും അറിയില്ലേ? അതൊക്കെ അറിയാം. പക്ഷേ ഞാൻ അയാളോട് വരാൻ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവളുടെ മനസ്സിനൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിട്ടാ. ആ ഇതിങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. അമ്മാവന് കഴിക്കാനുള്ളത് ഞാൻ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഓ, അപ്പൊ നീ കഴിക്കുന്നില്ലേ? ആ, ഇവരുടെ പണിയൊന്ന് തീർത്തിട്ട് ഞാൻ ഇവരുടെ കൂടെ കഴിച്ചോളാം. ആ പിന്നെ മോനെ, പിന്നെ ഒരു കാര്യം, അമ്പലത്തിലെ പൂജാരി പറഞ്ഞതാ, കുറച്ച് ദൂരെയുള്ളൊരു ക്ഷേത്രത്തില് പുതിയതായിട്ട് കല്യാണം കഴിച്ച വധുവരന്മാർക്ക് വേണ്ടി ഒരു പ്രത്യേക പൂജയും ദീപാരാധനയൊക്കെ നടത്തുന്നുണ്ട്. ആ നമുക്കേ വീണയും കൂട്ടി അവിടം വരെ ഒന്ന് പോയാലോ? ഒരുപാട് പ്രത്യേകതകളുണ്ടെന്നാ പറയുന്നേ. വീണ വരില്ല. എടാ, അവളോട് ഞാൻ പറഞ്ഞോളാം, സമ്മതിപ്പിച്ചോളാം. എടാ മോനെ, പോണം, വേണം മോനെ. നിനക്ക് വേണ്ടി ഒരുപാട് നടകളിൽ പോയി പ്രാർത്ഥിക്കാനുണ്ട് ഈ അമ്മാവന്. ദൈവങ്ങളെ കനിയോടാ, നിന്റെ നല്ല മനസ്സിലുള്ള കൂലി നിനക്ക് കിട്ടുക തന്നെ ചെയ്യും. ഞാൻ തടസ്സമൊന്നും പറയുന്നില്ല. അമ്മാവൻ ചെന്ന് വീണയോട് സംസാരിച്ചു നോക്ക്. ഇനി അവിടെ ചെന്ന് നാണം കെടാനുള്ള വിധി ഉണ്ടെങ്കിൽ അതും കൂടെ നടക്കട്ടെ. അച്ഛനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെടുത്ത തീരുമാനം തിരുത്തണമെന്ന് പറയാനാണ്. നീ ഒരു കോഫി എടുത്തോണ്ടോ? ഇടി ഓർമ്മ എനിക്ക് എനിക്കിവിടെ ഓർണം. ആർക്ക് അംഗീകരിക്കാൻ പറ്റില്ലെന്നാണ് ശ്യാമ പറയുന്നത്. ഇവക്കിത് എന്തോ ചേച്ചാ? അച്ഛൻ കണ്ടില്ലേ, ഒരു കാര്യം പറഞ്ഞിട്ട് ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഇവിടെ എല്ലാവർക്കും എന്താ പറ്റിയേ? ആരും ശ്രദ്ധിക്കുന്നുമില്ല, ഒന്നും പറയുന്നുമില്ല. എന്തുകൊണ്ട് ശരിയാവില്ല? ഇവിടെ എല്ലാരും എന്താ മൗനവ്രതത്തിലാണോ? ഇത് ഓ, അപ്പൊ എല്ലാരും കൂടി ഓരോന്ന് തീരുമാനിച്ചിട്ടല്ലേ? ശരിക്കും ആലോചിച്ച് തന്നെ എടുത്ത തീരുമാനം. എന്നാ പിന്നെ ഞാനേ ചോദിക്കേണ്ടവരോട് ചോദിച്ചോളാം. എനിക്കെന്റെ ഭാര്യയോട് ചോദിക്കാലോ. എനിക്കെന്റെ ഭാര്യയോട് ചോദിക്കാലോ. അതിന് പകുതി സ്വത്ത് നിങ്ങൾ രണ്ടാളുടെ കയ്യിൽ. നിത്യേ, എനിക്കൊരു കോഫി വേണം. താൻ കേട്ടില്ലേ? എനിക്കൊരു കോഫി വേണം.